നിലമ്പൂരിൽ പുതിയ വിവാദ നാടകവുമായി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ വാഹന പരിശോധനയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രകോപനവുമായി ഇരു നേതാക്കളും. വിവാദം സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ ശ്രമം നടന്നു. ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം വന്നതോടെ UDF നേതാക്കൾ വെട്ടിലായി. സാധാരണ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ നടത്തുന്ന പരിശോധന അതിനെ വിവാദമാക്കാനാണ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ശ്രമിച്ചത്. രാത്രി കനോലി പ്ലോട്ടിൽ ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിക്കാൻ ശ്രമിക്കവേ ഇരുവരും പ്രകോപിതരായി. ഈ വീഡിയോ നേതാക്കൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ, എല്ലാം കൂടെ വേണ്ട, രണ്ടും കൂടെ വേണ്ട. CPM പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. പിന്നീട് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളുമായി ഇതേ നേതാക്കൾ തന്നെ രംഗത്തെത്തി. പുറത്തു വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല പോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഇൻറ്റൻഷൻ പരിശോധനയാണെന്ന് തോന്നിയില്ല. പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടേ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇച്ചിരി നിർബന്ധിച്ചു, അല്ലെങ്കിൽ പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. തുറക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തുറന്ന് പരിശോധിക്കും, ഞാനല്ലല്ലോ തുറക്കേണ്ടത്, നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ. പക്ഷേ വിവാദത്തിന് അധികം ആയുസ് ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ തന്നെ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കി. പരിശോധനയിൽ വിവേചനമില്ല, എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നു. വാഹനം കൃത്യമായി അതിനകത്ത് പരിശോധിച്ച് ലിക്വിഡ് മണി ഉണ്ടോ, മറ്റ് വസ്തുക്കൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കടത്തി കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കൽ മാത്രമാണ് ചെയ്യുന്നത്. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനപ്രകാരം ഇലക്ഷൻ പ്രഖ്യാപിച്ചതൊന്നുമല്ല, റുട്ടീൻ പരിശോധനയാണ്. എല്ലാ ദിവസവും തുടരും. 3 ഷിഫ്റ്റായിട്ട് ഡ്യൂട്ടിയിൽ ആളുകളുണ്ട്. 24 അവർ പരിശോധനയുണ്ട്. 19-ാം തീയതി ഈവനിംഗ് വരെ ഈ പരിശോധന കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നേതാക്കളെ പരിശോധിച്ച കനോലി പ്ലോട്ടിൽ നിന്ന് മറ്റ് യാത്രക്കാരുടെ പ്രതികരണവും ഇതാണ്. മാന്യമായിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്ന, ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങളുടെ പേര് ചോദിച്ചു, വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു, നോക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു, ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഇതിനകത്തൊന്നുമില്ല, വളരെ മാന്യമായിട്ട് അവർ ഉറപ്പായിട്ട് സഹകരിക്കും. നമ്മൾ സഹകരിക്കണമല്ലോ. വസ്തുതകൾ ഇതായിരിക്കെയാണ് വ്യാജ പ്രചരണവുമായി നേതാക്കൾ രംഗത്തെത്തിയത്. പക്ഷേ വിവാദങ്ങൾക്ക് 1 മണിക്കൂർ പോലും ആയുസ് ഉണ്ടായില്ല. ജനം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. UDF നേതാക്കൾക്ക് പോലും വ്യക്തമായ മറുപടി ഇല്ലാതായി. നിലമ്പൂരിൽ നിന്നും നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്.